അർദ്ധനഗ്നരായിട്ടായിരിക്കും വരിക. ദേഹത്ത് എണ്ണയോ കരിയോയിലോ പുരട്ടിയിട്ടുണ്ടാകും. കയ്യിൽ മാരകായുധങ്ങളും. അവർ ഭയം വിതറുന്നവരാണ്, കവർച്ചക്കാരാണ്. അതെ, കുറുവാ സംഘം. ആരാണ് ഈ കുറുവാ സംഘം? അർദ്ധനഗ്നരായി ദേഹത്തെ എണ്ണ തേച്ച് രാത്രി കാലങ്ങളിലാണ് ഇവർ മോഷണത്തിനെത്തുക. പെട്ടെന്ന് പിടിക്കപ്പെടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുക്കളവാതിൽ തകർത്താവും അകത്ത് കടക്കുക. വീടിന് പുറത്തെത്തി കുട്ടികളുടെ കരച്ചിൽ പോലുള്ള ശബ്ദമുണ്ടാക്കുകയോ ടാപ്പ് തുറന്ന് വെള്ളം ഒഴുക്കുകയോ ചെയ്ത് വാതിൽ തുറക്കാൻ വീട്ടുകാരെ പ്രേരിപ്പിക്കും. ഇനി ആരെയും ഉണർത്താതെയാണ് മോഷണ ശ്രമമെങ്കിൽ വീട്ടുകാർ ഉണർന്നാൽ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയാണ് ഇവരുടെ രീതി. അവരിവിടെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പോഴും ഈ സംഘത്തെക്കുറിച്ചും അവരുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ചും വ്യക്തത കുറവുണ്ട്. കേരളത്തിൽ നിന്ന് പിടികൂടിയ മോഷ്ടാക്കളെ ജാമ്യത്തിൽ വിട്ട പോലീസിന് പിന്നീട് അവരുടെ പൊടി പോലും കണ്ടെത്താനായില്ല. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലെ ഒരു ഗ്രാമത്തിൽ നിന്നും ഇവരെ പിടികൂടാനെത്തിയ കേരള പോലീസ് അന്ന് അവിടെ കണ്ട കാഴ്ചയിൽ തരിച്ചു നിന്നു. ഗ്രാമത്തിലെ മിക്ക വീടുകളും അത്യാഡംബര സൗകര്യങ്ങളോട് കൂടിയവ. ഇത്രയും സമ്പന്ന ഗ്രാമങ്ങളായി ഈ ഉൾഗ്രാമങ്ങൾ മാറിയതെങ്ങനെയായിരിക്കും? കുറ്റകൃത്യങ്ങൾ സ്നേഹിച്ചു വളരുന്നവർ. ഈ ഗ്രാമത്തിലെ ഒരു കുട്ടി പിറന്നു വീഴുന്നത് മുതൽ അവർ കണ്ടു വളരുന്നത് മോഷണമടക്കമുള്ള പലതരം കുറ്റകൃത്യങ്ങളാണ്. പിന്നീട് വലുതാകുമ്പോൾ പതിയെ കുലത്തൊഴിലായ മോഷണത്തിലേക്ക് അവരും വഴിമാറുന്നു. കൃത്യമായ പദ്ധതിയോടും വ്യക്തതയോടും കൂടി ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ പിന്തുണയുമായാണ് ഈ ഗ്രാമക്കാർ മോഷണം നടത്താൻ ഇറങ്ങുന്നത്. തിരുട്ട് ഗ്രാമങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലെത്തുന്ന മോഷ്ടാക്കൾ പകൽ സമയം മുഴുവൻ നാട്ടിൽ മറ്റു ജോലികൾക്കിറങ്ങുന്നു. ആക്രി പെറുക്കുക, പഴയ സാധനങ്ങൾ ശേഖരിക്കുക, കത്തി മൂർച്ച കൂട്ടുക തുടങ്ങിയ ജോലികൾ ചെയ്ത് പകൽ മുഴുവൻ വീടാന്തരം കയറിയിറങ്ങുന്ന ഇവർ ഇതിനിടെ വീടുകൾ കൃത്യമായി നിരീക്ഷിക്കുന്നു. ഇതിനനുസൃതമായി പദ്ധതി തയ്യാറാക്കി രാത്രിയാകുന്നതോടെ തിരിച്ചറിയാൻ കഴിയാത്ത വേഷത്തിൽ മോഷണത്തിനായി എത്തുന്നു. തിരുട്ട് ഗ്രാമങ്ങളിൽ ചെന്നാൽ ഇവരെ പിടികൂടാൻ സാധിക്കുമോ? മോഷണത്തിന് ശേഷം ഇതുമായി കടന്നുകളയുന്ന ഇവരെ ഗ്രാമത്തിൽ ചെന്നാൽ പിടികൂടാൻ സാധിക്കുമെന്ന് കരുതിയെങ്കിൽ തെറ്റി. പുറത്തുനിന്ന് ആരെങ്കിലും ഗ്രാമത്തിലെത്തിയാലും ഉടനടി സംഘത്തിന് വിവരം ലഭിക്കും. അപകടത്തിന്റെ കാറ്റ് വീശുന്ന ഈ ഗ്രാമത്തിനകത്ത് പുറത്തുനിന്നൊരാൾ അകപ്പെട്ടാൽ പിന്നീട് പുറത്തു കടക്കാൻ സാധിക്കുമോ എന്നത് മറ്റൊരു ചോദ്യചിഹ്നമാണ്.